ഞാൻ ഇന്നലെ ബാല അമൃത ആ ലൂപ്പിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബ്രഹ്മയുഗം പോലെയാണ്, കയറിയാൽ പിന്നെ ആ ലൂപ്പൊന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്കീമിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എലിസബത്ത് ഉദയൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒന്ന് രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അതിൻ്റെ ലിങ്ക് എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നിട്ട്, ചേട്ടാ വേഗം നോക്ക് ഇപ്പോൾ പോസ്റ്റ് ആക്റ്റീവാണ്, കുറച്ച് കഴിഞ്ഞ് ഡിലീറ്റ് ആവുക അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് തന്നു. ഞാൻ ഈ ബാല അമൃത ആ ഒരു എൻറ്റയർ ലൂപ്പിൽ ഇതിനു മുമ്പ് സംസാരിച്ച സമയത്തും എലിസബത്ത് ഉദയൻ റിലേറ്റഡ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവരവരുടെ ലൈഫുമായിട്ട് അവരങ്ങനെ പോയി, അവരുടെ പ്രൊഫഷൻ കാര്യങ്ങൾ അവരങ്ങനെ പോയി. ഞാൻ ഈ വ്യക്തിയായിട്ട് സംസാരിച്ചതിന് വളരെ കുറവാണ്. ആക്ടർ ബാല എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് എനിക്ക് നല്ല കണക്ഷനുള്ള സമയത്ത് തന്നെ അവരുടെ വീട്ടിലും കാര്യത്തിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഒരു ലേഡിയായിട്ട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇൻട്രാക്ഷൻസ് ഇല്ല, കമ്മ്യൂണിക്കേഷൻസ് ഇല്ല. കണ്ടാൽ ശരിക്കും എന്തെങ്കിലും ഹാർഡ്ലി ഒരു ഒന്നോ രണ്ടോ വാക്ക് സുഖമാണ് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനും കരുതിയത് എന്താ, എല്ലാവരെയും പോലെ തന്നെ ഇവർ ലീഗലി കല്യാണം കഴിച്ചൊപ്പം താമസിക്കാതെ. പിന്നെ ഈ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് ഇല്ല ലീഗലി കല്യാണം കഴിച്ചിട്ടില്ല. നമ്മൾ അന്ന് കണ്ട കല്യാണ മണ്ഡപം, പൂമാല, കാറ്, കല്യാണം സെറ്റപ്പൊക്കെ ഈ പറഞ്ഞ ലീഗലി പരിപാടികൾ ചെയ്യാതെ നടത്തിയൊരു ഫംഗ്ഷനാണെന്നുള്ളതൊക്കെ ഇപ്പം റീസെൻ്റ് ഈ ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും അറിയുന്നത്. കാരണം ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല, അത് ചോദിക്കേണ്ട ആവശ്യം നമുക്കില്ല. എന്നാണെങ്കിൽ എലിസബത്ത് ഉദയൻ്റെ റീസെൻ്റ് FB പോസ്റ്റ് ഞാനിവിടെ വായിക്കാം. റീഡ് മൈ റിപ്ലൈ. ഓക്കെ, ഇഫ് നോ പോലീസ് ഓർ എനിവൺ ഈസ് റെഡി ടു കംപ്ലൈൻറ്റ് ആഫ്റ്റർ ഓൾ ദിസ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീഡിയ, I don't know. He is threatening me, telling he will tell his past. ആരെയാണ് ഈ പറയുന്നത് എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ബിക്കോസ് ഈ ലേഡി എലിസബത്ത് ഉദയൻ ഇട്ട പോസ്റ്റിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. ആ സ്ക്രീൻഷോട്ടിൽ ഒരു കമൻറ്റ് ഉണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു വീഡിയോ റണ്ണാവുന്നുണ്ട്. അത് ബാലിയും കോകിലയും കൂടിയും കൊടുത്ത ഒരു തമിഴ് ചാനലിലും കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ആ ഇൻ്റർവ്യൂ പറഞ്ഞ ഒരു കാര്യത്തിൽ ഇവർ പ്രൊവോക്ഡായി, അല്ലെങ്കിൽ ആ പറഞ്ഞൊരു കാര്യത്തിലുള്ള റിപ്ലൈ പ്ലസ് അതിൻ്റെ കോമൻറ്റ് ബോക്സിൽ വന്ന ഒന്ന് രണ്ട് ഐഡികളുടെ കോമൻറ്റിൽ ഇവരുടെ ഒരു റിപ്ലൈ. ഇതാണ് സ്കീം. അപ്പോൾ എന്താണെങ്കിലും ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, കംപ്ലൈൻറ്റ് കൊടുക്കാനോ ബാക്കി കാര്യങ്ങൾക്കോ ആരും ഇല്ലേ, മീഡിയൻ്റെ ഫ്രണ്ടിലല്ലേ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹീ ഈസ് ത്രട്ടനിങ് മീ. ഹീ ഈസ് എന്ന് പറയുമ്പോൾ അത് ആരെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചോ. എലിസബത്ത് ഉദയൻ ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ട് ഹീ ഈസ് എന്ന് പറയുമ്പോൾ ഓബിയസ്ലി അത് ആരിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാനേ പറ്റൂ. ഓക്കെ, നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല. സോ ഊഹിച്ച് തന്നെ നമുക്ക് എടുക്കാം. അങ്ങനെ പാസ്റ്റ് പറയും എന്ന് പറഞ്ഞത് ത്രട്ടൺ ചെയ്യുന്നു. ഹീ വിൽ ലീക്ക് അവർ ബെഡ്റൂം വീഡിയോ. ഐ ഹാഡ് ടേക്കൺ ടാബ്ലറ്റ്സ് ഫോർ ഡിപ്രഷൻ. ഓ, ബെഡ്റൂം വീഡിയോ ലീക്ക്, ടാബ്ലറ്റ് ഫോർ ഡിപ്രഷൻ, സംതിങ് എന്തോ വെരി ഫിഷി ആയിട്ടുള്ള ഒരു സാധനമാണ് ഇവർ എഴുതിയിട്ടുള്ളത്. ബട്ട് ഹീ ഡിഡൻറ്റ് ടെൽ മീ ഹീ അബ്യൂസ് മീ, റേപ്പ് മീ, ഹീ ചീറ്റഡ് മെനി മോർ ഗേൾസ്. മൈ ഹാൻഡ്സ് ആർ ഷേക്കിംഗ് ടൈപ്പിംഗ് ദിസ് ബിക്കോസ് ഓഫ് ഹെൽപ്ലെസ്നെസ്. He publicly told I am infertile. He indirectly I gave him wrong medicine. ഇവർ ഒരു ഡോക്ടറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡോക്ടറാണ്. സോ എഡ്യൂക്കേഷൻ അറിയാലോ നമുക്ക്. ഇതിന് ഓട്ടോ കറക്ഷൻ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതുമ്പോൾ ഈ വേർഡ്സ് എനിക്ക് ഇതിൽ ഞാൻ ഭയങ്കര ഫിഷി ആയിട്ട് എനിക്ക് തോന്നാൻ കാരണം ഇതിൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ സ്മാർട്ട് ഫോണിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അടിയിൽ ചോപ്പ് വരുമ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റിൽ ആ സാധനം കറക്റ്റ് സ്പെല്ലിംഗ് ആക്കാം. എലിസബത്ത് ഉദയൻ തന്നെ ടൈപ്പ് ചെയ്തതാണോ വേറെ ആരെങ്കിലും ടൈപ്പ് ചെയ്തതാണോ, അതെൻ്റെ ഫസ്റ്റ് കൺസേൺ. ഓക്കെ, എൻ്റെ ഫസ്റ്റ് കൺസേൺ അതാണ്. ഓക്കെ, ഇനി ലെറ്റ് ഇറ്റ് ബി. എലിസബത്ത് ഉദയൻ്റെ ചാനലിൽ അവർ പോസ്റ്റ് ചെയ്യുന്നു, അവരുടെ FB പേജിൽ അവർ പോസ്റ്റ് ചെയ്യുന്നു, ഒരു കോമെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ ടൈപ്പ് ചെയ്തൊരു പോസ്റ്റ് ആണെങ്കിലും എന്തെങ്കിലും അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ കാണുന്നവർക്ക് അത് അവർ തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ എന്താണെങ്കിലും ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ദിസ് ഈസ് വെരി സീരിയസ്. ഓക്കെ, വെരി സീരിയസ്. അപ്പോൾ എന്താണെങ്കിലും ഇവരിങ്ങനൊരു ഹെഡിങ് കൊടുത്തിട്ട് ഭയങ്കര പേടിച്ച് കൈ വിറച്ചിട്ടാണ് ഇവർ ഈ ഒരു പോസ്റ്റ് എഴുതുന്നത്. ഓക്കെ, ത്രട്ടൺ ചെയ്യാറുണ്ട്, കുറേ പെൺകുട്ടികളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് റോങ് മെഡിസിൻ കൊടുത്തു എന്ന് പറയുന്നു. അതായത് ആ വ്യക്തിക്ക്, ഏതൊരു വ്യക്തിയാണോ ആ വ്യക്തിക്ക് റോങ് മെഡിസിൻ കൊടുത്തു ഈ ലേഡി
എലിസബത്ത് എന്നുള്ളത് പബ്ലിക് പറയുന്നു. പബ്ലിക്കലി ഇവർക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്നുള്ള ആസ്പെക്റ്റിൽ സംസാരിക്കുന്നു. എന്താണെങ്കിലും ഈ പോസ്റ്റിൻ്റെ കൂടെയുള്ള സ്ക്രീൻഷോട്ടിനകത്തുള്ളൊരു കോമെൻറ്റ് ഞാൻ എന്താണെങ്കിലും വായിക്കാം. അതും ഇവർ പോസ്റ്റ് ചെയ്ത് തന്നെയാണല്ലോ. അത് കസ്തൂരി 197 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമൻ്റ് ഇട്ട അക്കൗണ്ടിന് തിരിച്ച് ഇവർ റിപ്ലൈ കൊടുത്തതാണ്. ഈ കസ്തൂരിയുടെ കോമൻസും ഞാനിവിടെ വയ്ക്കാട്ടോ. എന്തുകൊണ്ടാണ് എലിസബത്ത് ഈ കസ്തൂരി എന്ന് പറഞ്ഞ അക്കൗണ്ടിന് തിരിച്ച് ഈ ഒരു റിപ്ലൈ കൊടുക്കാൻ കാരണം എന്നുള്ളത് കസ്തൂരിയുടെ കമൻറ്റ് കൂടി കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണെങ്കിലും ഫസ്റ്റ് പോസ്റ്റിലെ ഇവരുടെ ആ ഒരു സ്ക്രീൻഷോട്ട് കമൻറ്റ് ചെയ്യാൻ വായിക്കാം. ആസ്ക് ഹിം ടു ക്യാൻസൽ മൈ മെഡിക്കൽ ലൈസൻസ്. We met in FB and I have all the messages and voices recording he had with other women when he was with me. Okay. I don't know who he married again. He put wedding chain on me and invited people for wedding and wedding done in presence in front of police. ശരിയാണ്, അന്നവിടെ പോലീസും എല്ലാ മീഡിയ അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. ഇവർ FBയിൽ മീറ്റ് ചെയ്തതാണെന്ന് പറയുന്നു. ഇവരുടെ കയ്യിൽ കുറേ വോയിസും മറ്റേ മെസ്സേജസൊക്കെ ഉണ്ട് വേറെ സ്ത്രീകളുമായിട്ടുള്ള ആ വ്യക്തിയുടെ സംസാരത്തിൻ്റെ എന്ന് പറയുന്നു. He and his mother told he can only register later because of problems in horoscope after his age of 41. 41 വയസ്സിന് ശേഷം ജാതകത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. 41 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ജാതകം റെഡി ആയതിനു ശേഷം കല്യാണം രജിസ്റ്റർ ചെയ്യാം. ഈ ജാതകം ആസ്പെക്റ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ കല്യാണത്തിൻ്റെ കുറേ വീഡിയോസിനും സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. ഫൈൻ. ഇറ്റ് ഈസ് ടു മച്ച് ഹീ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഹറാസിങ് മീ ആൻഡ് മൈ ഫാമിലി. സ്റ്റിൽ ഐ ആം അഫ്രൈഡ് ബിക്കോസ് ഓഫ് ഹിസ് ഗുണ്ടാസ് ആൻഡ് പ്രീവിയസ് ത്രട്ടനിങ് ഹി ഹാഡ് ഡൺ. ഇഫ് യു ആർ കണ്ടിന്യൂയിങ് ഐ ആം ഫയലിംഗ് കേസ് അഗെയിൻസ്റ്റ് ചീറ്റ് മീ, ഹിറ്റ് മീ, ബ്ലാക്ക്മെയിലിംഗ് മീ ആൻഡ് ഓൾ അതർ കേസസ് ഹി ഹാഡ് ഡൺ. ആ ഒരു കൊമെൻറ്റ് ഇട്ട വ്യക്തിയോടാണ് പറയുന്നത് ഇവർ കേസ് കൊടുക്കും ഇവരനുഭവിച്ച ഹരാസ്മെൻറ്റിന്. ഇവർക്ക് നല്ല പേടിയുണ്ട്. ഇവരുടെയും ഇവരുടെ ഫാമിലിനും ഗുണ്ടാസിനെ വിട്ട് ത്രട്ടൺ ചെയ്തിട്ടുണ്ട്. ഗുണ്ടാസിനെ വെച്ച് ത്രട്ടൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഈ ഒരു വിഷയത്തിൽ ആ ലൂപ്പിനകത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. രംഗണ്ണൻ സ്റ്റൈൽ ആവാം, പക്ഷേ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. ഓക്കെ. എന്താണെങ്കിലും ആ രംഗണ്ണൻ സാധനം അവിടെയും ഇവരുടെ അടുത്ത് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എനിക്കിതൊന്ന് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എന്താണെങ്കിൽ ഈ കസ്തൂരി എന്നുള്ള ഈ ഒരു പ്രൊഫൈലിട്ട കോമെൻറ്റ് അത് അവർ എലിസബത്തിനിട്ട കോമെൻ്റ് അല്ല, വേറൊരാൾക്കിട്ട കോമെൻറ്റിന് റിപ്ലൈ ആണ്. ഓക്കെ. അപ്പോൾ അതും ഈ എലിസബത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു കോമെൻറ്റിന് റിപ്ലൈ ആയിരുന്നു പ്രീവിയസ്ലി ഞാൻ വായിച്ച എലിസബത്തിൻ്റെ റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ പ്രൊവോക്ക് ചെയ്ത ഒരു കോമൻറ്റ് കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നത്. ഐ ആം നോട്ട് കുക്കിംഗ് അപ്പ് സ്റ്റോറീസ്. ഗോ ആൻഡ് ആസ്ക് എനി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻ മെഡിക്കൽ ഫീൽഡ്. എലിസബത്ത് സെക്ഷലി ലോഡ് ഹെർ പേഷ്യൻറ്റ്. വശീകരിച്ചു എന്നുള്ളതാണ്. പേഷ്യൻറ്റിനെ വശീകരിച്ചു ഡോക്ടർ. ആൻഡ് വാട്ട് ഷീ ഡിഡ് വാസ് അബ്സല്യൂട്ട്ലി റോങ് ആൻഡ് ഹെർ മെഡിക്കൽ ലൈസൻസ് ക്യാൻ ബി ക്യാൻസൽഡ് ഇഫ് ബാല കംപ്ലെയിൻസ്. നടന്നു തന്നെ. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്താൽ ഇപ്പോൾ രോഗിയായിട്ട് വന്ന ഒരാളെ വശീകരിച്ചു ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് രോഗി പോയി കംപ്ലയിൻറ്റ് കൊടുക്കണമെങ്കിൽ ആ രോഗിയുടെ ഭാഗത്തുനിന്ന് പിന്നെ ഫർദർ ആയിട്ടുള്ള നോ എസ്കലേഷൻസ് അത് വരാൻ പാടില്ല. അവിടെ അതല്ലല്ലോ. പബ്ലിക്കലി എല്ലാവരുടെ മുന്നിലും വന്ന് താലി കഴിച്ച് കല്യാണം കഴിച്ച് പാർട്ടിയൊക്കെ വെച്ച് പിന്നെ കുറേ കാലം താമസിച്ച് ലീഗലി രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ളത് വേറെ സംഗതി ഇപ്പോഴല്ലേ അറിയുന്നത്. ഇപ്പോൾ പോയി കേസ് കൊടുത്താൽ നടക്കും പരിപാടി. You can't take advantage of them financially or sexually. A doctor luring a patient into a relationship is also sexual abuse in medical ethics. Even if the patient proposes, a doctor should never accept. You can't discriminate a marriage because of the age difference when both are adults. It's like accusing someone of marrying in a different caste or religion. You can't discriminate against someone based on age, caste, etc. You need to learn എന്ന് പറഞ്ഞിട്ട് ഇവരിട്ട് ഈ ഒരു പെർട്ടിക്കുലർ കമൻറ്റ്, അതായത് ഈ പറഞ്ഞ എലിസബത്ത് ഡോക്ടറായിട്ടിരിക്കുന്ന സമയത്ത് പേഷ്യൻ്റായി വന്ന ഈ വ്യക്തിയെ വശീകരിച്ച് കല്യാണം കഴിച്ച് ഈ സെറ്റപ്പാണ്. അപ്പോൾ ഒരു മെഡിക്കൽ ലൈസൻസ് കട്ട് ചെയ്യണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞാൻ ആലോചിച്ച് നോക്കും. എന്താ പറയുക, ഈ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറയുക, കമൻറ്റ് ബോക്സ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കമൻറ്റോളികൾ അതിഭീകരമായിട്ടുള്ള സൈബർ അറ്റാക്ക് വരിക എന്ന് പറഞ്ഞാൽ അവർ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ആസ്പെക്റ്റിലാണ് പറഞ്ഞിട്ട് പോകുന്ന പരിപാടികളാണ്.
ഫർദറായിട്ട് ചിന്തിക്കാനോ കാര്യങ്ങൾ ഇനി ചിന്തിച്ചാൽ തന്നെ അവരുടെ ഫ്രസ്ട്രേഷൻ അവിടെ തീർത്തുള്ള പരിപാടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ കമൻറ്റ് ബോക്സ് എങ്ങനെ അറിയോ? ഇപ്പോഴത്തെ കമൻറ്റ് ബോക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള ഒരാളുടെ ഒരു വീഡിയോ വരികയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇത് വേറെ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഒരു PR ടീമിനെ കണ്ടുപിടിച്ചിട്ട് എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആ വ്യക്തിയെ പ്രൊവോക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കും. ഇവർ 10 ഫേക്ക് ID യൂട്യൂബിൽ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ഫേക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനടിയിൽ പോയിട്ട് ഈ കമൻറ്റുകൾ ഇങ്ങനെ ഇടും. അതും ഒരു സ്ഥലത്തല്ല, കണ്ട എല്ലാവരുടെ കമൻറ്റും ഇതിനകത്ത് ഇങ്ങനെ റിപ്ലൈ, എന്തോ ഭയങ്കര ആ വ്യക്തിയെ ക്ലോസ് ആയിട്ട് അറിയുന്ന ഒരാളെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അറിയുന്ന ഒരാളെ പോലെയൊക്കെ ഇവരെന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് ഇതിന് കമൻറ്റും റിപ്ലൈയും കൊടുക്കും. അവിടെ ഭയങ്കര എൻഗേജ്മെൻറ്റ് വരും, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരും. അപ്പം ഇങ്ങനെ കഥകൾ ഇങ്ങനെ വരും. ഇത് വായിക്കാനും ഇത് വായിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളവരുടെ മൈൻഡ് ഇങ്ങനെ തിരിഞ്ഞു തുടങ്ങും. എന്താണ് ഈ കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കസ്തൂരീസ് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ കുറേ ഈ ഒരു പെർട്ടിക്കുലർ ഇവരുടെ ഗലാട്ട തമിഴ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്ന ബാല ആൻഡ് കോകിലയുടെ ഇൻ്റർവ്യൂവിനടിയിലാണ് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു കോമൻറ്റ് സെക്ഷൻ എനിക്ക് കാണാൻ കഴിഞ്ഞതും. അത് എടുത്തിട്ടാണ് ഈ എലിസബത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, ഫേസ്ബുക്കിൽ ഈ ഒരു പോസ്റ്റ് എഴുതിയിട്ടിട്ടുള്ളതും ഈ കൊമൻറ്റ് അവർ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുള്ളതും. ഇനി നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂവിൽ ഏത് പോർഷൻ്റെ അകത്താണ് ഈ മരുന്ന് കൊടുത്തതിനെ കുറിച്ചും അല്ലെങ്കിൽ ബാല എന്ന് പറഞ്ഞ വ്യക്തി ആരെങ്കിലും കുറച്ച് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂവിൻ്റെ തമിഴിനകത്ത് തമിഴാണുള്ളത്, മെഡിസിൻ മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കിയൊക്കെ തമിഴ് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് എഴുതി ടൈപ്പ് ചെയ്ത് അടിയിലിട്ടോ. ഓക്കെ, എന്താണ് ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പോർഷൻ കാണാം. ஏத்துக்கிறதுக்கான அந்த ஒரு தருணம் இருக்குல்ல, ஒரு நோட்டீசிங் பாயிண்ட் அப்படின்ற ஒரு டைம், அது எப்போ? உண்மையை சொல்கிறேங்க. நான் போன வருஷம் ஆப்ரேஷனில் முடிஞ்சு ஒரு மெடிசன் எனக்கு தப்பாக கொடுத்துட்டாங்க. கொடுத்தவங்க பேரை நான் எதுவும் சொல்லலை, தப்பாக நான் கன்சியூம் பண்ணிட்டேன்னு சொல்லிடுறேன். ஸோ அது ரொம்ப நாளில் நான் தெரியாமல் கன்சியூம் பண்ணியிருந்திருக்கேன். ஸோ அப்பையும் கடவுள் திருப்பி என்னை காப்பாற்றுறாரு. ஒரு 10 நாள் ஹாஸ்பிட்டலில் அட்மிட் ஆயிருந்தேன். அப்போ என் கூட இருக்கா, அந்த டைமில் என்னை பார்த்துக்க வரா. அந்த 10 டேஸுங்கிறது என் 2 கையிலையும் டியூப்ஸ் போகுது. இந்த 2 கையும் இப்படி தான் இருக்கும். ஸோ ஒரு பேசிக் நீட்ஸ்னு சொல்கிறது, சாப்பாட்டிலேருந்து குளிக்கிறதுலேருந்து பாக்கி விஷயங்கள் எல்லாமே ஒரு தாயால் மட்டும்தான் பண்ண முடியும். அன்னைக்கு தான் நான் ஒரு தாரத்தை பார்த்தேன். என் மனசில் தோணுச்சு, ஓகே இவன் உண்மையிலே சீரியஸாக தான். ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക് വയ്യാത്ത സമയത്ത് ആ വ്യക്തിയുടെ മെഡിസിൻ മാറ്റിക്കൊടുത്തു, അല്ലെങ്കിൽ പിന്നെ അത് മാറ്റിയിട്ടു. അതാണ് ഈ ഒരു വ്യക്തിയുടെ പ്രത്യേകത. എങ്ങനെയാണ് സംസാരിക്കുന്ന സമയത്ത് അങ്ങേർക്ക് പറയാനുള്ള പോയിന്റ് അങ്ങേരിങ്ങനെ എറിഞ്ഞു പറഞ്ഞിട്ട് പിന്നെ അതെന്ത് ചെയ്യുന്ന അറിയോ, അതൊന്ന് മാറ്റും, ഒന്ന് വളച്ചിട്ട് പിന്നെ അത് പോട്ടെ, അത് എൻ്റെ തെറ്റ് എന്നുള്ള രീതിയിൽ സ്വയം അതൊരു ആക്സെപ്റ്റ് ചെയ്ത രീതിയിലാണ്. എന്നാൽ കിട്ടേണ്ടവർക്ക് കാര്യം കിട്ടും ചെയ്തു, കത്തേണ്ടവർക്ക് കാര്യം കത്തിക്കും ചെയ്തു. ആ രീതിയിൽ ഈ സാധനം അറിയാൻ നന്നായിട്ട് അറിയുന്ന, ഒന്നിലും ഇത്രയും ക്യാമറേൻ്റെ മുന്നിൽ നമ്മളെയൊക്കെ അഭിനയിപ്പിച്ച ഒരു ക്യാരക്ടർ നമ്മളെ മുന്നിൽ കൊണ്ടുവന്ന് അത്രയും കിണ്ണനായിട്ട് അഭിനയിക്കുന്ന ആളല്ലേ. ഇങ്ങനെയൊരു ക്യാമറേൻ്റെ മുന്നിലോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലോ അഭിനയിക്കാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അത് റിയാലിറ്റിയിൽ കുറച്ചധികം എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താണെങ്കിലും ഇങ്ങേര് വന്ന് പറഞ്ഞു ഇപ്പോൾ അതാണ്, ഇങ്ങേർക്കൊരു മെഡിസിൻ മാറ്റിക്കൊടുത്തു അല്ലെങ്കിൽ മാറിക്കൊടുത്തു, അല്ലെങ്കിൽ ഇങ്ങേര് മാറിക്കഴിച്ചു. ലാസ്റ്റിൽ അതാണ് മൂപ്പര് ഫിക്സ് ആയത്, ഞാനാണ് മാറിക്കഴിച്ചു, ഞാനിവിടെ ആരെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മളും പച്ചവെള്ളവും അരിയും തന്നെയല്ലേ തിന്നണത്, നമുക്കറിയാലോ എങ്ങനെ ഏത് രീതിയിലാണിത് വളഞ്ഞു പോകണേന്നുള്ളത്. ആണെങ്കിൽ ആ ടൈമിൽ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഇപ്പോൾ വൈഫായിട്ടുള്ള ലേഡിയാണ് നോക്കാൻ വന്നത്. അങ്ങനെ അവരുടെ ഇഷ്ടവും സ്നേഹവും മനസ്സിലായി. ദിസ് പ്രൊവോക്ഡ്, ഐ തിങ്ക് ഇതാണ് പ്രൊവോക്കേഷനായത്. ഓക്കെ, പിന്നെ ആ ഒരു കോമൻറ്റ് സെക്ഷനകത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കുറച്ചധികം കോമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇതെന്തിനാണ് വന്നിട്ട് ഇപ്പോൾ ഒരു കോമൻറ്റ് സെക്ഷനിൽ ഒരാൾ പറഞ്ഞത് എന്തിനാണ് ഇവർ വന്ന് എൻഡോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ വന്നിട്ട് ആ ഒരു ചോദ്യത്തിന് എന്തിനാണ് ഇവർ പബ്ലിക്കിൽ ഉത്തരം കൊടുക്കണേന്നുള്ളതാവും. എലിസബത്ത് എന്തിനത് ചെയ്തു എന്നുള്ളൊരു സംഗതി നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഈ കസ്തൂരീസ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ഇട്ട കുറച്ചധികം കമൻറ്റുകൾ ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. ഈ കസ്തൂരീസ് എന്താണെന്നുണ്ടെങ്കിലും ഒരു ചുബ്ബ കമൻറ്റോളിയല്ല. അവർ ഈ പറഞ്ഞ അമൃതയെ പറയുന്നുണ്ട്, എലിസബത്തിനെ പറയുന്നുണ്ട്. ഇവർ ഒരു കോമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഓബിയസ്ലി ഷീ ഡിഡ്ന്റ് കെയർ വെൽ ഇനഫ്. ഹി ഹാഡ് ടു ബി അഡ്മിറ്റഡ് അഗെയിൻ ഡ്യൂ ടു ഇൻടേക്ക് ഓഫ് റോങ് മെഡ്സ്. പെർഹാപ്സ് ഹി ലോസ്റ്റ് ട്രസ്റ്റ് ഇൻ എലിസബത്ത്. വിശ്വാസം നഷ്ടപ്പെട്ടു, റോങ് മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥയെ അഡ്മിറ്റ് ചെയ്തൊരവസ്ഥയിലായി. ഇറ്റ് വാസ് കോകില ഹൂ കെയിം ടു കെയർ ഫോർ ഹിം ഫൈനലി. First of all, Elizabeth was a doctor, shouldn't have got
ഇൻ ടു എ റിലേഷൻഷിപ്പ് വിത്ത് എ പേഷ്യൻ്റ് ഇറ്റ്സ് എത്തിക്കലി റോങ്. അപ്പോൾ നേരത്തെ വായിച്ച അതേ കമൻറ്റ്. അതായത് ഇവിടെ കമൻറ്റ് സെക്ഷനകത്താണെന്നുണ്ടെങ്കിലും എലിസബത്തിനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ, ഓക്കെ, അവിടെ ബാല മരുന്ന് മാറി കഴിച്ചതിനെക്കുറിച്ചും കൊടുത്തതിനെക്കുറിച്ചും പറയുന്നു. കമൻറ്റ് ബോക്സിനകത്ത് എലിസബത്ത് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിൻ്റെ എത്തിക്സിനെ കുറിച്ച് സംസാരിക്കുന്നു, മരുന്ന് കൊടുത്തതോ കൊടുപ്പിച്ചതോ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. ദാറ്റ് റിയലി പ്രൊവോക്ഡ് എലിസബത്ത് ഉദയൻ, ഐ തിങ്ക്. അതുകൊണ്ടാണ് അവർ ഫേസ്ബുക്കിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു പോസ്റ്റ് ഇട്ടുള്ളത്. കാരണം അവർ പറയുന്ന കുറേ കാര്യങ്ങൾ ഭയങ്കര എന്താ പറയുക, ഓഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് കമ്മിങ് ഡേയ്സ് ഈ ലൂപ്പ് കുറച്ചും കൂടി എക്സ്പാൻഡ് ആവും. മേ ബി സം മോർ ക്യാരക്ടേഴ്സ് വിൽ കം ഇൻ. കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉള്ളിൽ കയറാൻ ചാൻസ് ഉണ്ട്. ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ വരാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഈ ഒരു ലൂപ്പിനകത്തേക്ക്. ലെറ്റ് സി വാട്ട് ഹാപ്പൻസ്. അതോ ഇനിയിപ്പോൾ കേസും കൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമെന്നുള്ളതും ലെറ്റ് സി. ഓക്കെ, അതോ ഇനിയിപ്പോൾ രംഗണ്ണൻ നന്മയുടെ പാതയോ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ പാതയൊക്കെ വിട്ടിട്ട് കറങ്ങി തിരിച്ച് മറ്റേ കേന കത്തി കൊണ്ട് കുത്തു ഹരിശ്രീ എന്ന് പറഞ്ഞു വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഓഫ് അപ്പാനാക്കുന്നെ.